കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇടതിന് ആധിപത്യമുള്ള മണ്ണാണ് കൊല്ലം നിയമസഭാ മണ്ഡലം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFിൻ്റെ മുന്നേറ്റം ഇടതിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. BJP ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. കൊല്ലത്ത് ഇത്തവണ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഒന്ന് പരിശോധിച്ചാൽ കൊല്ലം മണ്ഡലം ഇടത്തേക്കല്ലാതെ മറ്റെങ്ങോട്ടും തിരിഞ്ഞിട്ടില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രമല്ലാതെ മറ്റൊരു ചിഹ്നവും ഈ മണ്ണിൽ സ്ഥാനമുറപ്പിച്ചിട്ടുമില്ല. ഇത്തവണ കൊല്ലം ആർക്ക് വിധി എഴുതും? മണ്ഡലത്തിൽ UDF അവസാനമായിട്ട് വിജയിക്കുന്നത് 2001-ലാണ്. RSP പിളർന്ന് RSP-B സ്ഥാനാർത്ഥിയായ ബാബു ദിവാകരനാണ് വിജയിക്കുന്നത്. ഇടത് പാളയത്തിൽ നിന്നെത്തിയ ബാബു ദിവാകരൻ ഇടതിനോട് മത്സരിച്ച് വിജയിക്കുന്നത് 12,000-ൽ പരം വോട്ടുകൾക്കാണ്. അന്ന് സംസ്ഥാനത്തുടനീളം വീശിയടിച്ച ആന്റണി തരംഗമാണ് വിജയത്തിന് അടിസ്ഥാനം. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് കൊല്ലം ചുവപ്പ് കോട്ടയായി മാറുന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഒന്ന് വിയർത്തു. രണ്ടാം തവണയും തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ M. മുകേഷ് കോൺഗ്രസ് കളത്തിലിറക്കിയ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിയത് അത്ര എളുപ്പത്തിലല്ല. മണ്ഡലം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണത്തേത്. വെറും 2072 വോട്ടുകൾക്കാണ് മുകേഷ് വിജയിച്ചത്. മാത്രമല്ല 14,000-ൽ പരം വോട്ടുകൾ BJP നേടുകയും ചെയ്തു. ഇത്തവണ ആവേശം കൊടുമ്പിരി കൊള്ളുമ്പോൾ കൈവിട്ട മണ്ഡലം കൈപ്പിടിയിലൊതുക്കാൻ വീണ്ടും ഇറങ്ങുകയാണ് ബിന്ദു കൃഷ്ണ, നാടറിയുന്ന നാട്ടുകാരി. കഴിഞ്ഞ 10 വർഷമായി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ S. ജയമോഹനാണ് കോട്ട നിലനിർത്താൻ ഇറങ്ങുന്നത്. ഇത്തവണ വിയർക്കാതെ വിജയിക്കാമെന്നുള്ളതാണ് പ്രതീക്ഷ. ജനഹിതമറിയുന്ന ജനകീയൻ. കഴിഞ്ഞ തവണ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച BJP-യും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് കളത്തിലിറങ്ങുന്നത് ഉള്ളറിയുന്ന ഡോക്ടർ പ്രതാപ് കുമാറാണ്. കൊല്ലത്ത് ഇത്തവണ ആരുടെ സമയമാകും ശരിയാവുക? കാത്തിരുന്ന് കാണണം. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.